രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ നാട്ടിൽ അത്രയൊന്നും പ്രചാരത്തിലായിട്ടില്ലാത്ത ഒരു വള്ളിച്ചെടിയാണ് പരിചയപ്പെടുത്തുന്നത്. ബൊഹീനിയ എന്ന് പറയുന്നൊരു ചെടിയാട്ടോ. ഇതിന് വേറെയും കുറേ പേരുകളുണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കോക്ക് ബൊഹീനിയ, ക്ലിമ്പിംഗ് ബൊഹീനിയ, റെഡ് ട്രെയിലിംഗ് എന്നെല്ലാം വിളിപ്പേരുള്ള ബൊഹീനിയ ചെടികൾ കടും പച്ച നിറത്തിലുള്ള ഇലകൾക്കിടയിൽ ഓറഞ്ചും മഞ്ഞയും പൂക്കൾ കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ആരെയും ആകർഷിക്കും. മന്ദാരം വെറൈറ്റിയാണ് ബൊഹീനിയ. മന്ദാരം സാധാരണ ബുഷി പ്ലാന്റുകളാണ്. മഞ്ഞ മന്ദാരം, അങ്ങനെ പല മന്ദാരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നല്ല ഒരുവിധം വലിയ മരങ്ങളായിട്ട് നിൽക്കുന്ന മന്ദാര മരങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ബൊഹീനിയ ഒരു വള്ളിച്ചെടിയാണ്. നമുക്ക് വേണമെങ്കിൽ അതിനൊരു ബുഷിയായിട്ട് നിർത്താം. നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒരു ബുഷിയായിട്ട് നിർത്താം. എന്നാലൊരു സെമി വള്ളി തന്നെയായിരിക്കും കേട്ടോ അത്. മഞ്ഞയും ഓറഞ്ചും കലർന്ന പൂക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പൂക്കൾ വിരിയുന്ന സമയത്ത് നല്ല മഞ്ഞ കളറിലായിരിക്കും കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കളറിലാണ് വിരിയുക. പിന്നീട് അവ ഓറഞ്ച് അല്ലെങ്കിൽ റെഡായിട്ട് മാറും. പിന്നെ ഒരു ചെടിയിൽ 2 തരം പൂക്കളാണ് ഉണ്ടാവുക. മഞ്ഞപ്പൂക്കളും ഉണ്ടാവും, ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറിന് അങ്ങനത്തെ നല്ല ഭംഗിയുള്ള 2 തരം പൂക്കളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ 2 ചെടികൾ അടുത്തടുത്ത് നട്ടതാണോ എന്ന് തോന്നും. അത് 2 പൂക്കളല്ലേ ഈ ചിത്രത്തിൽ കണ്ടാൽ അറിയാം. ഓറഞ്ചും മഞ്ഞയും പൂക്കളാണ്. ധാരാളം സൂര്യപ്രകാശം, മിതമായ നനവ് എന്നിവ ഉണ്ടെങ്കിൽ ഈ ചെടികൾ തഴച്ച് വളരും. ആരോഗ്യമുള്ള വള്ളിച്ചെടിയായിട്ടും സെമി വള്ളിച്ചെടിയായിട്ടും വളർത്താമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. സ്കാർലറ്റ് എന്ന പേരിലും ഈ ചെടികൾ അറിയപ്പെടാറുണ്ട്. ഇവിടെ ശാസ്ത്രീയ നാമം ബൊഹീനിയ കൊക്കീനിയ എന്നാണ്. സദേൺ ഏഷ്യ സ്വദേശിയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ സുന്ദരി. ഫാബേസി കുടുംബത്തിൽ അല്ലെങ്കിൽ ലെഗുമിനോസ കുടുംബത്തിൽപ്പെട്ടവയാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള ചെടികളാണ് കേട്ടോ ഇവ. ഈ ചെടികൾ വാങ്ങിയാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്, റേറ്റ് കൂടാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. ഈ ചെടികൾ വാങ്ങിയാൽ ഇതിൻ്റെ പോളിബാഗ് അല്ലെങ്കിൽ ഇത് പോട്ടിലാണ് വരുന്നതെങ്കിൽ ആ പോട്ടോട് കൂടി തന്നെ നടണം. ഇതിന് പോട്ടിംഗ് മിക്സ് പോട്ടോട് കൂടി നടണമെന്നല്ല, പോട്ടിംഗ് മിക്സ് കളയരുത്. നമ്മൾ പോട്ട് മാറ്റുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ വേര് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെറിയ വേരുകളാണ്. തലമുടീൻ്റെ കനമേ ഉള്ളൂ. തലമുടി പോലെ തന്നെ കറുത്ത വേരുകളാണ് ഈ ചെടികൾക്കുള്ളത്. ഇത് മാറ്റി നടുമ്പോൾ വേര് ഇളകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോട്ടിംഗ് മിക്സോട് കൂടി തന്നെയാണ് ചെടികൾ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോളിത്തീൻ കവറോ അല്ലെങ്കിൽ പോട്ടോ ആണെങ്കിൽ അതുമല്ല റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന നിലത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ നടരുത്. ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. അത് ഈ ചെടികൾ പിടിച്ചു കഴിഞ്ഞിട്ട്, അതായത് പുതിയ തളിർപ്പും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ നിലത്തൊക്കെ നടാം കേട്ടോ. നല്ല വെയിലുള്ളിടത്ത് നടണമെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷം വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടിയിൽ നടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് മാറ്റി വയ്ക്കാമല്ലോ. ഇതിന് നടാനെടുക്കുമ്പോൾ നമ്മൾ അടിവളമായിട്ട് കരിയില ഇടാം. പിന്നെ ഗാർഡൻ സോയിൽ, മണൽ, ഉണക്കച്ചാണകം എന്നിവയാണ് സാധാരണ നമ്മുടെ പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല നനവ് ഇഷ്ടമുള്ള ചെടികളാണിവ. വേനൽക്കാലത്ത് 2 പ്രാവശ്യം തന്നെ നനയ്ക്കേണ്ടി വരും. ചെറിയ ചെടി ഒരിക്കലും വെയിലത്ത് വെക്കരുത് കേട്ടോ. പൂക്കാൻ തുടങ്ങിയാൽ വേണമെങ്കിൽ നമുക്ക് സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. മാസത്തിലൊരിക്കൽ ഇവയ്ക്ക് ഓർഗാനിക് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറോ എന്താണെങ്കിലും കൊടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഇവ നന്നായിട്ട് തഴച്ച് വളരുകയും നല്ലപോലെ പൂക്കളും അതുപോലെ പൂക്കൾക്ക് നല്ല നിറവും കിട്ടാൻ ആയിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരിക്കലും ഒരു സീസണൽ പ്ലാന്റ് അല്ല. വർഷത്തിൽ 3-4 പ്രാവശ്യം പൂക്കും ഈ ചെടികൾ. അതുപോലെ തന്നെ പൂത്ത് കഴിഞ്ഞാൽ ആ ഒരു കൊല പൂക്കൾ ഒരു മാസത്തോളമൊക്കെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയത്തും, വേനലിലും വർഷത്തിലും തണുപ്പ് കാലത്തൊക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല ഒരു തിളക്കമുള്ള കളർ, ഇലകൾക്കും അതേപോലെ തന്നെ. ഈ ഇലകൾ 3 കളറിലാണ് ഒരു ചെടി നമുക്ക് ഒരു പൂന്തോട്ടത്തിൽ 3 കളറുള്ള ഒരു വർണ്ണപ്രപഞ്ചം എന്ന് തന്നെ പറയാം. ഈ വീഡിയോയിൽ കാണുന്ന ചെടി ഉണ്ടല്ലോ, ഇത് ഏകദേശം ഒരു വർഷം 3 മാസം വരെ പ്രായമായിട്ടുള്ള ചെടിയാണ്. ഇതിൽ കണ്ടില്ലേ, ഇപ്പം തന്നെ നിറയെ പൂക്കൾ കണ്ടോ. തെച്ചിപ്പൂ പോലെ അല്ലേ, നമ്മളെ ഈ അശോകത്തെച്ചി പോലെ ഉരുണ്ട് ബോൾ പോലെ വരും ഇതിൻ്റെ പൂക്കൾ. ഇപ്പം തന്നെ നോക്കൂ, ഇതിൽ നിറയെ പൂക്കളും അതുപോലെ അതിൻ്റെ ഇരട്ടി മൊട്ടുകളും ഉണ്ട്. ഈ കാലാവസ്ഥയിൽ പോലും ഇത് കണ്ടില്ലേ, നല്ല മൊട്ടുകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്.
ഇവിടെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് കേട്ടോ. കമ്പുകൾ കുത്തിയിട്ടോ അല്ലെങ്കിൽ വാട്ടർ ലെയറിങ് അങ്ങനെ സാധാരണ നമ്മൾ ചെടികൾ പിടിപ്പിക്കുന്ന രീതികളിൽ കൂടിയൊക്കെ ഇതിൻ്റെ തൈകൾ പുതിയത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പറഞ്ഞല്ലോ, ഇതിൻ്റെ വേറെ ഇളകാത്ത വിധത്തിൽ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു തരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തൈകൾക്ക് ഡിമാൻഡും റേറ്റും കൂടുതലാണ്. ഇപ്പോൾ ഈ സുന്ദരി ചെടീൻ്റെ ഒരു തൈ വെറും 300 രൂപയ്ക്ക് നമുക്ക് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് നമ്മൾ ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. നല്ല ഇത് ഒരു 2-3 മാസം വരെ വളർച്ചയായിട്ടുള്ള തൈ ആട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഒന്നുകൂടി ഇടാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തി വരുന്ന അതേ മണ്ണോട് കൂടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു പോളിത്തീൻ കവറിലാണല്ലോ ഉള്ളത്. ഈ കവറിലുള്ള മണ്ണോട് കൂടി തന്നെയാണ് ഞാൻ ചെടികൾ അയക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവിടെ എത്തും. നമുക്ക് നടാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ തരാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പർ ഉണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതാ പ്ലാന്റ് സൈസ് ഞാൻ ഒരിക്കൽ കൂടി ഇട്ടിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ അതുവരേക്കും എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കഴിയുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻസും ഇട്ടോളൂ. എൻ്റെ വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത്. അതിനകത്ത് കാറ്റലോഗ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അത് നോക്കിയിട്ട് വേറെ ചെടികളും വാട്സപ്പിലാണെങ്കിൽ കാറ്റലോഗ് ഉണ്ടല്ലോ, നോക്കിയിട്ട് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യണേ.